ഇന്ന് നമുക്കൊരു മഞ്ഞച്ചോറ് വയ്ക്കാം. അതിന് വേണ്ടി ഗ്യാസ് ഓണാക്കി കുക്കർ വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ട് സവാള, ക്യാപ്സിക്കം, തക്കാളി, കറിവേപ്പില, പച്ചമുളകായാലും മതി കേട്ടോ. പച്ചമുളകാകുമ്പോൾ എരിവ് വരും. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പച്ചക്കറിക്കകത്തൊരു ക്യാപ്സിക്കം കിടന്നു, അതുകൊണ്ടാണ് ഞാനതിട്ടത്. അത് വഴണ്ടി വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി ഉള്ളിയിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ മഞ്ഞൾപ്പൊടി തോനെ ഇട്ട് കൊടുക്കണം. തോനെ വേണ്ട, അതിൻ്റെ ആവശ്യത്തിന്. ഇത്തിരി ബിരിയാണിപ്പൊടി ഇട്ട് കൊടുക്കുക. അതും ബിരിയാണിയുടെ ഒരു മണം വരും. നമ്മൾ ഓണത്തിന് ബിരിയാണി വെച്ചപ്പോൾ ഉപയോഗിച്ച ബിരിയാണിപ്പൊടിയാണ്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം. ചോറ് മുങ്ങിക്കിടക്കണം കേട്ടോ, അപ്പോൾ അതിന് വേണ്ടിയുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ചോറ് കുതിർക്കാൻ വയ്ക്കണം, കുതിർത്തിട്ടാണ് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കത് ഇച്ചിരി കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ബിരിയാണിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരും. 3 വിസിൽ കേൾക്കണം. തുറന്ന് നോക്കാം. ബിരിയാണി റെഡിയായി. തലേന്നത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നേ, അപ്പോൾ അതാണ് ഞങ്ങളിപ്പോൾ എടുക്കുന്നത്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.